ഇടയിൽ തന്നെ വന്ന് നമുക്കൊരു കോമഡി എലമെന്റ് അസീസിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു നല്ല കയ്യടി നമുക്ക് അസീസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പലപ്പോഴും നമ്മളെല്ലാവരെയും ഒരുപാട് ചിരിപ്പിക്കുന്ന ഒരു താരമാണ്. അപ്പൊ ഈ സിനിമയിൽ ആ ഒരു ചെറിയ പാട്ടിന്റെ ഇടയിൽ വരെ വന്ന് നമ്മളെല്ലാവരെയും ചിരിപ്പിച്ചു. ഉടനീളം ചിരിയാണോ സിനിമയിൽ? എനിക്ക് ആകെയുള്ള ഒരു ചെറിയ ചിരിക്കുന്ന എലമെന്റ് അത് മാത്രമേ ഉള്ളൂ. ബാക്കി ഒന്നുമില്ല. തെക്കമണി എന്ന് പറയുന്നത് കണ്ണീരാണ് ആ സിനിമ. അപ്പൊ അതിൽ ഒരു നല്ലൊരു ക്യാരക്ടർ ദൈവാനുഗ്രഹം കൊണ്ട് രതീഷ് ഭായ് വിളിച്ചു തന്നു. ഒരുപാട് സന്തോഷമുണ്ട്. പടം ഇപ്പൊ ദൈവാനുഗ്രഹം ഒരാൾ ആ വീട്ടിന്റെ ബാക്കിൽ കൂടെ കറങ്ങി വരുന്നു. അതങ്ങനെയാണ്, പണ്ടും അങ്ങനെയാണ്. അപ്പോ എന്തായാലും ഒരുപാട് സന്തോഷം. ദൈവത്തിനും കണ്ണൻ എല്ലാം ദൈവാനുഗ്രഹമാണ്. ഇപ്പൊ ഇറങ്ങുന്ന എന്റെ എല്ലാ പടങ്ങളും ഇരു കൈനീട്ടി ജനങ്ങൾ സന്തോഷം. ഇനി ഒരേ ഒരു ആഗ്രഹം കൊണ്ട് ജോഷി സാറിന്റെ അടുത്ത പടത്തിൽ അഭിനയിക്കണം. ജോഷി സാർ നിരന്തരം കാണുമ്പോൾ ഞാൻ ചാൻസ് ചോദിക്കാറുണ്ട്. ഇന്നും ചോദിച്ചില്ല. അപ്പോൾ എന്തായാലും എല്ലാവരുടെ അനുഗ്രഹങ്ങൾ എനിക്കും നമ്മുടെ ഈ സിനിമയ്ക്കും വേണമെന്ന് താഴ്മ അപേക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. രമേശേട്ടൻ സംസാരിക്കാൻ എവിടെയായിരുന്നു ഇത്രയും നേരം? കറക്റ്റ് സത്യം പറയണം. ഞാൻ ആരും കാണാതെ പുറത്തേക്ക് എല്ലാവരും കണ്ടു. കറക്റ്റ് സമയത്ത് വിളിച്ചു തന്നല്ലേ? എങ്ങനെയായിരുന്നു തങ്കമണി? എന്തൊക്കെയാണ് തങ്കമണി വിശേഷങ്ങൾ? തങ്കമണി എൻ്റെ സിനിമ ജീവിതത്തിലെ ചുരുങ്ങിയ ഈ സിനിമാ ജീവിതത്തിലെ അനുഭവത്തിലെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സന്തോഷം വരുന്ന. എന്നാൽ ആ സമയത്ത് തങ്കമണിയിൽ സംഭവിച്ച ആളുകളുടെ ഉള്ളിലെ യഥാർത്ഥത്തിലുള്ള വേദനയും വിഷമവും ഒക്കെ എന്താണെന്ന് ഒരു ഏകദേശം ഒന്ന് മനസ്സിൽ ഇങ്ങനെ കടന്നുകൂടി. അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് ആ സിനിമ കഴിഞ്ഞപ്പോൾ വന്നത്. എന്തായാലും ഈ തങ്കമണി സിനിമ ഒരു മലയാള സിനിമയിലെ ഒരു തങ്ക മണിയായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ എൻ്റെ മനസ്സിൽ ഒരു തങ്ക മണിയുണ്ട്. വളരെ സന്തോഷം. എന്നെ ഇതിലേക്ക് ക്ഷണിച്ചു വരുത്തിയ എൻ്റെ എല്ലാ പ്രവർത്തകർക്കും സംഘാടകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ദിലീപുമായിട്ട് ഞങ്ങൾ വളരെ രീതിയിൽ ഒരുപാട് എന്നെ വേദനിപ്പിച്ചു. ദിലീപ് IS-നെ അതായത് ആദ്യം ഒരുപാട് വേദനിപ്പിച്ചു എന്ന് പറയുന്നത് ഞാൻ കഥാപാത്രത്തെയാണ് വേദനിപ്പിച്ചു, എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. അങ്ങനെ വളരെ സന്തോഷം തോന്നിയില്ല. ഇത്രയും ഉപദ്രവം ആദ്യമായിട്ടാണ് ഞാൻ സിനിമയിൽ അനുഭവിക്കുന്നത്. അതിൽ ദിലീപിനോട് പ്രത്യേക കടപ്പാടുണ്ട്, നന്ദിയുണ്ട്. അതായത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കും. ദേവിയിൽ ചാറ്റുകാരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. കോട്ടയത്തെ മേഖല ദിലീപ് ഉപദ്രവിച്ചു ഈ സിനിമയിൽ എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ഞാൻ പോസിറ്റീവ് മാത്രമാണ്, നെഗറ്റീവ് അല്ല. ഓക്കെ, താങ്ക് യു, നന്ദി. അവസാനം സ്വയം തക്കുപിടിച്ചു. അടിപൊളി. രണ്ടുപേർക്കും താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ആൻഡ് അടുത്തതായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇദ്ദേഹം എപ്പോഴും yes, and there he is. There you go, sir. எப்படி இருக்கு சோகமா? நன்னாயிட்டு சார். Oh. Sir, how was your experience? தங்கமணி. எல்லாருக்கும் நமஸ்காரம். ஜோஷி சாருக்கு என்னோட ஸ்பெஷல் நமஸ்காரம். அவரோட படத்தில் செவன்ஸில் வந்து வில்லனா நடிக்க வச்சார். முதல்ல 98 சினிமா வரும்போது சூப்பர் குட் ஃபிலிம்ஸ் சென்னையில் ஆஃபீஸில் போனோம்னா அங்கே பல டைரக்டர்கள் இருப்பாங்க. ஒரே நேரத்தில் 4 ஆஃபீஸ் போட்டு 4 டைரக்டர்ஸ் இருப்பாங்க. வாய்ப்பு தேடி அலையும் போது நிறைய படங்கள் வந்து நான் சின்ன சின்ன கேரக்டரில் சூப்பர் குட் ஃபிலிம்ஸில் நடிச்சிருக்கேன். ஆஃப்டர் லாங் டைம் சூப்பர் குட் ஃபிலிம்ஸோடைய பேனரில் தங்கமணி திரைப்படத்தில் ஒரு அருமையான கேரக்டரில் நடிக்க வச்ச நம்ம ரத்தீஷ் சாருக்கு என்னோட மனமார்ந்த நன்றியை முதல்ல தெரிவிச்சுக்கிறேன். அதே மாதிரி இந்த படத்தோட எக்ஸிக்யூட்டிவ் ப்ரொடியூசர் சுஜித் சாருக்கு நான் மிகப்பெரிய நன்றி சொல்லணும். அவர் தொடர்ந்து 2வது படத்தில் என்னை நடிக்க வச்சிருக்காரு. சோலமன் அது இன்னும் ரிலீஸ் ஆகலை. தங்கமணி 2வது படம். தேங்க்யூ ஸோ மச் சார்.
முதல்ல நான் டைரக்டர் ரத்தீஷ் சாருக்கு நான் மிகப்பெரிய ஒரு நன்றி சொன்னால் அவருக்கு ரொம்ப ரொம்ப நன்றி கடன்பட்டிருக்கேன். ஏன்னா இந்த படத்தில் என்னை கம்மி பண்ணும்போது போலீஸ் கேரக்டர் அப்படின்னு சொன்னாங்க. நான் அப்போ தாடி வச்சுருந்தேன். மாளிகைப்புறம் படத்தில் ஒரு வில்லன் கேரக்டரில் நடிச்சிருந்தேன். அட் த சேம் டைம் சலாருங்கிற தெலுங்கு படத்துலையும் ஒரு முக்கியமான கதாபாத்திரம் பண்ணியிருந்தேன். ஸோ அதுலேயும் தாடி கண்டினியூட்டி. அவர் சொன்னார், சார் தாடி எடுத்துருவீங்களா அப்படின்னாரு. இல்லை சார் அதுலேயும் முடிஞ்சிடும். ஸோ அதுக்கு ஷூட்டிங் வரும்போது எடுத்துருவோம் சார் அப்படின்னு. ஏன்னா தெலுங்கு படம் அதுக்குள்ளே முடிஞ்சுன்னு நானும் எதிர்பார்த்தேன். பட் தங்கமணி ஷூட்டிங் ஆரம்பிச்சது ஃபர்ஸ்ட் வந்து ஃப்ளாஷ்பேக் போர்ஷன் தான் எடுத்தாங்க. சாரி, லைவ் தான் எடுத்தாங்க. அப்போ சரி பரவாயில்ல சார், லைவ்ல வந்து போலீஸ் கேரக்டராக இருந்தாலும் தாடி தான் பரவாயில்ல சார் அப்படின்னு சொல்லி தாடியோடவே நடிச்சிட்டேன். அப்புறம் ஒரு மாதம் கழிச்சு தான் வந்து அந்த ஃப்ளாஷ்பேக் போர்ஷன் வந்து எடுக்க ஆரம்பித்தாங்க. அப்போது நான் ஷேவ் பண்ணி ஆகணும். ஷூட்டிங் ஸ்பாட்டில் டைரக்டர் வந்தார். நான் ரொம்ப அப்செட் ஆகி உட்காந்துட்டு இருக்கேன். என்னடா பண்ணுறது? ஏன்னா இதில் ஷேவ் பண்ணிட்டோம்னா நம்ம வந்து சலார் படத்தில் அங்கே நம்ம பதில் சொல்லி ஆகணும். ஏன்னா சலாரும் அப்போ முடியும் எதிர்பார்த்தேன், ஆனால் முடியல. இங்கே நம்ம வந்து ஷேவ் பண்ணி ஆகணும், என்ன பண்ணுன்னு சொல்லிட்டு ரொம்ப எனக்கு மந்த காஞ்சி போய் உட்காந்துருக்கேன். அப்போ சார் வந்து என்ன சார் நல்லா இருக்கீங்க அப்படின்னு டைரக்டர் வந்து கேட்டாரு. இல்லை சார் இந்த மாதிரி சுச்சுவேஷன் தான். ஒரு செகண்ட் யோசிச்சுட்டு நோண்டி சார் வழி பண்ணலாம், இதுக்கான சோகமாக உட்காந்துருக்கீங்க, நோண்டி வாங்க பெர்ஃபார்ம் பண்ணுங்க அப்படின்னு சொல்லிட்டு அன்றைக்கி அந்த சீனை எடுத்து முடிச்ச பிறகு மறுநாள் காலையில் அவர் சொல்கிறாரு, நீங்கள் தாடியோடவே போலீஸ் கேரக்டர் பண்ண போகிறீங்க. சார் எப்படி சார் போலீஸ் கேரக்டர் எப்படி சார் நம்ம வந்து தாடியோட பண்ண முடியும் அப்படின்னு கேட்டதுக்கு ஒரே ஒரு டைலாக்ல நான் வந்து உங்களை அந்த டைலாக்லேயே வந்து நான் கன்வே பண்ணிடுறேன், நீங்கள் கவலை பண்ணாதீங்க அப்படின்னு சொல்லி படத்தை பார்க்கும்போது தான் எனக்கு தெரியும் அவர் என்ன பண்ணி வச்சிருக்காருன்னு தெரியல. பட் ரொம்ப ரொம்ப சாரி சார், நான் வந்து உங்களுக்கு எந்த வகையிலாவது இந்த படத்தில் என் கேரக்டர்னால உங்களுக்கு ஏதாவது பாதிப்பு ஏற்பட்டுருமோ எனக்கு ரொம்ப பயந்தானு எதுவும் அந்த மாதிரி ஆயிருக்காது நான் நம்புகிறேன். ஸோ இந்த நேரத்தில் இந்த படத்தில் பண்ண எல்லாத்துக்குமே கோ ஆர்டிஸ்ட், என்னுடைய கோ ஆர்டிஸ்ட் ஜான் விஜய் சார், அவரோட இது வந்து அஜய் படம் பண்ணுறாரு. அப்புறம் நம்ம டிஓபி சார், ஆல்ரெடி ஷிக்காருங்கிற படத்தில் மனோஜ் பிள்ளை சார் கூட ஒர்க் பண்ணியிருக்கேன். இந்த 2வது படம் அவரோட. ஸோ இந்த படத்தில் ஒர்க் பண்ண எல்லாத்துக்குமே என்னோட மனமார்ந்த நன்றி தெரிவிச்சுக்கிறேன். இந்த படம் தங்கமணி, இந்த சாங் ஒன்று மட்டுமே போதும், அவ்வளோ ஒரு சாங், அதாவது மனசு அவ்வளோ ஆழமாக பதிஞ்சிருக்கு இந்த சாங்கு. ஏன்னா தமிழ் ஆடியன்ஸே நிறைய பேர் ஃப்ரெண்ட்ஸ் எல்லாம் கேட்டுட்டு ரொம்ப அற்புதமாக இருக்குன்னு சென்னையில் எல்லாருமே காமிக்கும் போது சொன்னாங்க. ஸோ இந்த சாங் வந்து ரொம்ப பேசப்பட்டு இருக்கு. இந்த படமும் ரொம்ப பேசப்படணும்னு நம்புகிறேன். இந்த படம் மாபெரும் வெற்றி அடைய மனமார்ந்த வார்த்தைகளை தெரிவிச்சுக்கிறேன். நன்றி. ஒரு சின்ன டவுட் இருக்கு சார், நீ வந்து எல்லா படத்துலையும் வில்லன், அது இல்லை நான் நிஜ வாழ்க்கையில் வில்லன் கிடையாது. ஆனால் முகம் வந்து அது மாதிரி இருக்கிறதுனால பார்க்குறவங்க எல்லாருமே என்னை வந்து வில்லனாகவே பார்த்துட்டு இருக்காங்க. ஸோ அதுவும் ஒரு நல்ல வாய்ப்பு வருதுல்ல, இந்த கெட்டப்னால இந்த வில்லனாக தோற்றம் இருக்கிறதுனால நிறைய எனக்கு வேலை வாய்ப்பு வருது. இன்ஃபேக்ட் முதல்ல என்னை வந்து சின்ன சின்ன கேரக்டர் நடிச்சிட்டு இருக்கும்போது முக்கிய வில்லனா ஜனகன் அப்படிங்கிற திரைப்படத்தில் சஞ்சீவ் சார் வந்து என்னை வந்து முக்கிய வில்லனா மலையாளத்தில் முறையாக அறிமுகப்படுத்தாரு. அதுக்கு முன்னாடி வரைக்கும் நான் வந்து சின்ன சின்ன கேரக்டர் தான் நடிச்சிட்டு இருந்தேன் தமிழில். மலையாளத்தில் தான் என்னை வந்து முதல்ல ஒரு முக்கிய வில்லனா அறிமுகப்படுத்தினாங்க. அது மட்டும் இல்லை, இப்போ ஒரு படம் பாக்கியலட்சுமி அப்படிங்கிற திரைப்படம் நான் பண்ணிட்டு இருக்கேன். அதில் வந்து முறையாக ஒரு முஸ்லீம் கேரக்டரில், அதுவும் ஒரு பாசிட்டிவ் ரோலில், ஒரு லீட் ரோலில் பண்ணியிருக்கேன். ஹீரோ சார் அப்படிதான் அந்த டைரக்டர் சொன்னார். ஆனால் ஹீரோ ஹீரோயின் அப்படின்றது கிடையாது. அந்த படத்தோட டைரக்டர் வந்து சஜின் லால் சார். அவரோட இதுக்கு முன்னாடி ஒரு படம் அவரோட நான் தமிழில் பண்ணியிருக்கேன். 2வது படம் மலையாளத்தில் என்னைய வந்து ஹீரோவாக ஃபீல் பண்ணி அவர் ஒரு பாசிட்டிவ் ரோல் நடிக்க வச்சிருக்காரு. அவருக்கு இந்த நேரத்தில் நன்றி தெரிவிச்சுக்கிறேன். நீங்கள் சொன்ன மாதிரி இனிமேல் வந்து இதை பார்க்குறவங்க பாசிட்டிவ் ரோல்ஸ் கூப்பிட்டாங்க நான் நம்புறேன். Thank you, thanks a lot sir, thanks a lot for joining us. Thank you. And now let's enjoy, and I said let's enjoy because there's a reason, because അടുത്തത് ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്ന ഒരാളെ അങ്ങനെയാണ്. Let's put our hands together for the very stylish John Vijay sir. Great sir, okay man. Super. Get that guy. Hi everyone, good evening. என் பேர் ஜான் விஜய். நான் சின்ன வயசுலேருந்தே எப்படின்னா தமிழில் பேசுவேன் எல்லாரும் கை தட்டிங்க. எனக்கு வந்து எப்படின்னா இந்த ஃபைட் கிளப்பில் இருக்கிற மாதிரி என் கூட மேட்ச் பண்ணி சண்டை போடுறவங்க கூட விளையாட ரொம்ப பிடிக்கும்.
ஸோ இப்போ வந்து நான் சினிமா நடிக்கிறேன், ஆக்டர். இங்கே வந்து என் தங்கமணி பார்த்துக்கு எல்லாருமே செம நடிக்கிறேங்க, எல்லாருமே சமையல் நடிக்கிறாங்க. காம்படிஷன் ஸோ பியூட்டிஃபுல். கம்பைட் பண்ணுறதுக்கு அடிச்சு அவங்க பியூட்டிஃபுல்லாக நடிச்சிருக்காங்க. ஃபஸ்ட்டு திலீபன் நடிக்கிறோம். திலீபனை வந்து நடித்த படங்கள்லாம் நிறைய பேர் பார்த்துருக்கீங்க. நான்லாம் வந்து ரீமேக்கே பார்த்துருக்கேன். ஏன்னா நான் ஃபஸ்ட்டு திலீபனை படத்தை பார்ப்பேன், அவர் எப்படி நடிச்சிருக்காரு அப்படின்னு. அது ஒரு ரீமேக்கில் ஒருத்தர் நடிப்பார் தெரியுமா, அதை பற்றி பார்ப்பேன். ஏன்னா அவர் எப்படி நடிச்சிருக்காருன்னு பார்க்கணும்ல, அப்போ தான் நம்ம திலீபனை எப்படி நடிச்சிருக்காரு தெரியும். எப்பவுமே ஒரிஜினல் தாங்க. எங்கள் அண்ணனுக்கு ஒரு வாட்டி கேட்டுருக்கேன். நான் வந்து அவர் படம் பார்த்து வளர்ந்தேன்னா கொஞ்சம் பெருசாகிட்டேன். எனக்கு ரொம்ப ஆசை திலீபனை படம் நடிக்கணும் அப்படின்னு. நான் அந்த படம் நடிக்க வர வரைக்கும் எனக்கு தெரியாது திலீபனை நான் ஹீரோன்னு. பார்த்தா பாவமாக ஒரு ஆள் ரோட்டில் அப்படி நின்றுட்டு இருக்காரு. சார் அவர் ஹீரோ சார், ஹீரோ திலீபன். அவ்வளோதான். ரொம்ப ஃபீலிங்லாம் எக்ஸ்ட்ரா ஃபீலிங்லாம் கிடையாது. நாங்களாம் ஆக்டர்ஸ்லாம் ரொம்ப நல்லவங்க. எங்கள் ஆக்டர்ஸ்க்காக இன்னொரு கேட்குறேன். எங்களுக்குலாம் வந்து குழந்தை மாதிரி நாங்கள் வந்து மனசில் இருக்கிறத வெளியே காட்டிட்டு வீட்டில் போய் படித்து தூங்கிடுவோம், அவ்வளோதான். அப்புறம் நீங்களே ஏதாவது எங்களை பற்றி சொல்லுவீங்க, நாங்களாம் கேட்டுட்டு ஓகே சொல்லுங்கள் அந்த மாதிரி. ஸோ காம்படிஷன் வெரி ஸ்ட்ராங். இதில் பார்த்தீங்கன்னா மாளவிகான்னு ஒருத்தங்க குட்டி பொண்ணு நடிக்க சொன்னால் பிஹேவ் பண்ணுது அதே மாதிரி. குடுக்குன்னு ஓடி போய் கிணத்துல விட சொன்னால் உண்மையாவே கிணத்துல விட்டுச்சுங்க. ஸ்டண்ட் மாஸ்டர் ஷாக் ஆகிடுது. ஐயோ, ஏன்னா அந்த கிணத்து கீழே பார்த்தீங்கன்னா கல்லாக இருக்குது, இப்படி விழுது அந்த மாதிரி ஒரு ஆக்டர். அப்புறம் வந்து நீத்தா, ஆமாம், அவங்க கராட்டேலாம் தெரியுமா. அதாவது நம்ம ஊரில் நல்ல வீட்டில் அழகான அப்பா அம்மா ஒரு நல்ல குடும்பம் அப்படின்னா திலீபனும் அந்த நீத்தாக்காவும் பார்த்தீங்கன்னு வச்சுக்கோங்களேன், இந்த மாதிரி ஒரு குடும்பம் இருந்தால் எவ்வளோ சந்தோஷமாக இருக்கும். அதான் தங்கமணிங்க. இதுக்கும் கேட்கணுங்க. இதெல்லாம் இருந்தாலும் இருக்கிறதுலேயே ஒரு ரொம்ப கெட்ட ஒருத்தன் வேணும் தெரியுமா. வெல்கம் டு சேனல். நாங்களாம் வில்லன் தாங்க. நாங்களாம் ரொம்ப நல்ல ஆல் வில்லன்ஸ் ஆர் குட் பீப்புள் இன் லைஃப். ஏன் தெரியுமா உங்களுக்கு, எல்லா மனுஷனுக்கும் நல்லதும் கெட்டதும் இருக்கும். நல்லதெல்லாம் அவன் வந்து வெளியில் காட்டினே இருப்பான், நார்மல் பீப்புள். நாங்களாம் வில்லன்ல கெட்டதெல்லாம் சினிமாவில் காட்டிட்டு நல்லதாங்க ரியல் லைஃப்ல. எங்கள் மாதிரி நல்லவங்க யாரும் எங்கள் திலீபனை அதில் வந்து வெளியே காட்டுறதுக்கு ஒரு ஆப்பர்ச்சுனிட்டி கொடுத்தாரு. இதில் வந்து டேரக்டர் வித்திஷன் நாங்கள் ப்ளீஸ் சார் நானே டப் பண்ணிடுறேன். எங்கள் அம்மா மலையாளி, இதில் எக்ஸ்ட்ரா ஃபிட்டி. எங்கள் அம்மா மலையாள பேசி நான் கேட்டதே இல்லை. அவங்க வந்து களியாக்காவில் திருவாரூர். திடீர்னு ஒரு நாள் யாராவது அப்படி பாசிட்டிவ்ல வந்து போகும்போது எங்கள் மலையாளம் பேசுவாங்க. என் பொண்ணு கேட்டேன், I have been married with you for 15 years. I heard your mom speak Malayalam. Are you a Malayali? நானே சார் சார் அம்மா மலையாளி சார், நான் வந்து டப் பண்ணுறேன் சார். சரி ஓகே, ஃப்ளைட் டிக்கெட்டு அப்புறம் ஹோட்டல் ரூம் அவ்வளோதான் சார். சரி வா அப்படின்னு சொல்லி நான் அப்பாவோடய ஃபோன் பண்ணியிருக்கேன். ஃப்ளைட் சார்ஜ் ஃபுல்லாக ஃபோன் எனக்கு கூட டப் பண்ணேன் சார். 4 லைன் டப் பண்ணேன். அப்புறம் வந்து சோறு விட்டாங்க, நல்லா அப்படியே ரெட் ரைஸ் பீஃப் கறி ஃபுல்லாக சாப்பிட்டு சார் ஓகே சார். சார் 2 லைன்லேயே ஓகே சார், நான் தான் டப் பண்ண சொல்ல போய் டப் பண்ணுங்க சார். நான் தான் ஃபுல்லாக வந்து டப் பண்ணிருக்கேன். தங்கமணி பியூட்டிஃபுல் ஃபிலிம், கிரேட் பர்ஃபார்மன்ஸ், அமேசிங் பீப்புள், லவ் பிளேஸ் டு பி. அஜ்மல் தம்பி வேறு தெரியும் ஸ்டைல் எப்படிமே பார்த்துருக்கு. நானும் ரொம்ப வருஷமாக பார்த்துருக்கேன். அவன் வயசாகணும்னு பார்த்தா அவன் வயசுலேயே அவன் யூத்தாகவே இருக்கு. Thank you very much for appreciating me, Malayalam film industry. And Deepana, thanks a lot. உங்களை பார்த்து குட்டி பையில வளர்ந்த I am sure
நான் ஏதோ உங்களுக்கு வச்சிருக்கேன். சூப்பர் ஆக்டுங்க, வேற லெவல். நாங்களாம் நடிகர்கள் சார், எங்களுக்குலாம் எக்ஸ்ட்ரா ஃபீலிங் கிடையாது. எங்களுக்கு ஒன்றே தான், யாருமே எங்களுக்கு காம்படிஷன் கிடையாது. நாங்கள் தான் காம்படிஷன். கண்ணாடியில் பார்ப்போம், ஸ்டைலாக என்னடா கிழிஞ்ச சட்டை போட்டு போகிற அப்படின்னா காசு கொடுத்து வாங்கினா ஜாரால. ஸோ ஐ டெல் யூ ஆல் ஆஃப் யூ, ப்ளீஸ் கோ வாட்ச். அதாவது சவுத் இந்தியா அப்படின்னா அதுக்கு ஒரு அழகு இருக்குங்க. அது கேரளாவில் நிறைய இருக்குங்க. அது இந்த படத்தில் இருக்குங்க. சூப்பர் குட் ஃபில்ம் பண்ணியிருக்காங்க. அவங்க சூப்பர் குட் ஃபில்ம் பண்ணுவாங்க. அது உங்கள் மனசில் எங்கள் அண்ணா சொன்ன மாதிரி தங்க மணி மாதிரி இருக்காங்க. I love you all. Thank you very much. Thank you very much. And this for everything and all the pretty. സിനിമയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് വേദിയിൽ നിൽക്കുമ്പോൾ എന്താണെന്നറിയില്ല, പ്രത്യേക ഒരു നെഞ്ചിടിപ്പോടുകൂടിയാണ് നിൽക്കുന്നത്. ആദ്യമായിട്ടൊരു സിനിമ ഇറങ്ങാൻ പോകുന്നതിൻ്റെ ആ ഒരു ഫീലാണ്. സാധാരണ അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കാറുള്ളൂ. എന്നെ വിശ്വസിച്ച് ഈ സിനിമയിലെ കഥാപാത്രത്തെ ആബേൽ ജോഷുവ മാത്തൻ എന്ന കഥാപാത്രത്തെ ഏൽപ്പിച്ച ഇതിൻ്റെ സംവിധായകൻ രതീഷ്. കാരണം ദിലീപ് എന്ന് പറയുമ്പോൾ എല്ലാവരും എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഈ 28 വർഷമായിട്ട് വളരെ വ്യത്യസ്തമായുള്ള ഒരുപാട് വേഷങ്ങൾ എനിക്ക് കൈകാര്യം ചെയ്യാൻ അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കൾ, എൻ്റെ സംവിധായകർ, എൻ്റെ എഴുത്തുകാർ, എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ, ഒരുപാട് പേര്, എല്ലാവരോടും കടപ്പാട് നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒരു ആക്ടറെ സംബന്ധിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള വേഷങ്ങളിലൂടെ പോകുക എന്നുള്ളത് നമ്മുടെ സ്വപ്നവും ആഗ്രഹമൊക്കെയാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. ഒരു തമാശ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ വേദിയിൽ എന്ന് പറയാൻ ജോഷി സാറ് വളരെ ശക്തമായിട്ടുള്ള അന്നത്തെ വാളയാറിലൂടെ സ്പിരിറ്റ് കിടക്കുന്ന ശരിക്കൊരു ആക്ഷൻ ഓറിയന്റഡ് അങ്ങനെയുള്ള രീതിയിൽ ചെയ്യാവുന്ന സിനിമയുടെ ഒരു തുടക്കം. പിന്നീട് സാറ് തന്നെയാണ് എന്നെ കേരളത്തിൻ്റെ ഹോം മിനിസ്റ്ററായിരുന്നു സാറ്. പിന്നെ ചെസ്, അതൊക്കെ വേറെ തരത്തിലുള്ള സിനിമ ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടുക എന്ന് പറഞ്ഞ വലിയ സന്തോഷം. ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരടക്കം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാണ് വളരെ പരമശിവം എന്നൊക്കെ. അപ്പോൾ ആ സിനിമ അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തി. ഇപ്പോൾ തമാശ മാത്രം ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലേക്ക് കടക്കാനുള്ള അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട സംവിധായകരോട് ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ പല സിനിമകൾ ചെയ്ത് ഇന്നിപ്പോൾ തങ്കമണി എന്ന സിനിമയിൽ എത്തി നിൽക്കുകയാണ്. 1986 തങ്കമണി കട്ടപ്പനയിലെ, ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയുടെ അടുത്തുള്ള തങ്കമണിയിൽ തങ്കമണി സംഭവം ഉണ്ടാവുകയും അതൊക്കെ ഞാൻ അന്നത്തെ പത്രങ്ങളിലൊക്കെയാണ് വായിച്ചത്. അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. പക്ഷേ ലൈഫിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല തങ്കമണിയിൽ ജീവിക്കുന്ന, തങ്കമണിയിൽ ജനിച്ചു വളർന്ന ഒരു കഥാപാത്രമായിട്ട് ഞാൻ പിന്നീട് അത് ഒരു സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ അന്നൊക്കെ തങ്കമണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ദൂരെയുള്ള ഒരു നാടാണ്. ഞാൻ ആലുവയിൽ പഠിക്കുകയും ഒരു വൈപ്പിൻ കരയിൽ അല്ലെങ്കിൽ കൂടി വന്ന എറണാകുളം ജില്ല, പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് പോകാം, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ലോകമായിരുന്നു എൻ്റേത്. അന്ന് എന്നെ സംബന്ധിച്ച് കട്ടപ്പന എന്ന് പറഞ്ഞ വളരെ ദൂരമുള്ള എവിടെയോ ഉള്ളൊരു സ്ഥലം, അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷെ ഈ സിനിമയുടെ കഥയുമായിട്ട് അല്ലെങ്കിൽ തങ്കമണി സംഭവത്തിനെ ബേസ് ചെയ്തൊരു കഥയുണ്ടെന്ന് രതീഷ് പറയുകയും രതീഷ് അതിനെക്കുറിച്ച് പറയാൻ വരികയും അപ്പോഴാണ് തങ്കമണി എന്ന് പറയുന്ന ആ ഗ്രാമത്തിൻ്റെ വേദന, അതിൻ്റെ ആഴം എനിക്ക് മനസ്സിലാവുകയില്ല. പക്ഷെ ഇതിൽ ഞാൻ കണ്ടത് ഒരു വ്യത്യസ്തമായിട്ടുള്ള വെച്ചാൽ റിയൽ ഇൻസിഡൻസിനെ ശരിക്കും ഒരു ഫിക്ഷനോട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു കഥ എന്ന് ഞാൻ കേട്ടു. അപ്പോൾ
അത് ആബേൽ ജോഷുവ മാത്തൻ എന്ന കഥാപാത്രത്തിലൂടെയാണ്. അയാളുടെ പ്രണയം, അയാളുടെ കുടുംബം, അയാളുടെ സൗഹൃദം എല്ലാം കൂടി ചേർത്ത് ആണ് ഈ സിനിമ കോർത്തിണക്കിയിരിക്കുന്നത്. ഇപ്പോൾ റിയൽ ഇൻസിഡൻസ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലാസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് വരെ നമ്മൾ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ബിഗ് സ്ക്രീനിൽ അത് റീക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ 12th ഫെയിൽ, അങ്ങനെ ഒരുപാട് സിനിമകൾ. 2018 മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റായ സിനിമ നമ്മൾ കണ്ടതാണ്, നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് തങ്കമണി എന്ന നാടിനോടുള്ള, അത് ലോകത്തിൻ്റെ മുമ്പിലേക്ക് തങ്കമണി എന്ന നാടിനെ നമ്മൾ ശ്രദ്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ നാടിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത്. ആരെയും മോശമാക്കണം എന്നുള്ളൊരു സിനിമ തന്നെയല്ല. ഇപ്പോൾ രമേശ് ചേട്ടനൊക്കെ പറഞ്ഞ പോലെ ഈ സിനിമ നമുക്ക് ഒരു തങ്കമണിയെ മാറട്ടെ എന്നാണ് പ്രാർത്ഥന. കാരണം നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുണ്ട്, ഈ സിനിമ നിങ്ങൾ കാണുക. കാരണം വേറെ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ, എല്ലാവരും പറഞ്ഞ പോലെ മലയാള സിനിമ ഇപ്പോൾ ജനങ്ങൾ ഇടയ്ക്ക് 3-4 വർഷമായിട്ട് ശരിക്കും വല്ലാത്തൊരു ക്രൈസിസിലായിരുന്നു. അവിടെ നിന്ന് നമുക്കിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് എല്ലാ സിനിമകളും തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് യങ്സ്റ്റേഴ്സിനോടാണ്. അവരാണ് ആദ്യത്തെ ദിവസങ്ങളിൽ സിനിമ ഒരു ആവേശമാക്കുന്നത്. അവരെല്ലാവരും ഇപ്പോൾ ആഴ്ചയിൽ 1-2 സിനിമ കാണാൻ അവർ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു സുവർണ്ണകാലം വീണ്ടും തുടങ്ങുന്നു. അതിലേക്ക് ആ കൂട്ടത്തിൽ ഈ സിനിമയും കൂടി കരുതണമെന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. അതുപോലെ തന്നെ ഈ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ച ആളുകൾ, അതിൽ ഇപ്പോൾ പ്രണീത ഇവിടെ ഉണ്ടായിരുന്നു. പ്രണീത വളരെ നന്ന് ഫ്ലൈറ്റിലൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ നീത പിള്ള, അതുപോലെ അജ്മൽ, പിന്നെ എനിക്ക് കൂട്ടായിട്ടുള്ള ഇപ്പം അമ്പി ചേച്ചി എൻ്റെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചതാണ്. പുതിയതായിട്ട് അഭിനയിച്ചത് മാളവിക, അതുപോലെ ശിവകാമി, പിന്നെ മിനു ഒക്കെ വോയിസ് സത്യനാല് ഞങ്ങൾ ഒരുമിച്ചുള്ള കോമ്പിനേഷൻ ഉണ്ട്. രമ്യ കോടതി സംശയമാലമൊക്കെയുള്ളതാണ്. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ മലയാളി അല്ല എന്നാണ് വിചാരിച്ചത്. നല്ല ഫ്ലുവൻ്റായിട്ട് മലയാളം പറഞ്ഞ കേട്ടപ്പോഴാണ് സുദേവ് നായർ. ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. കൂടെ എപ്പോഴെങ്കിലും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്. നല്ല രസമായിട്ട് മലയാളം പറയുന്നത്, നല്ല കോമഡി ഉള്ള ഒരാളാണ്, കോമഡി ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്. താമസിക്കേണ്ട അദ്ദേഹത്തിനെ കോമഡിയിലും കാണണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ അജ്മൽ എൻ്റെ നാട്ടുകാരനാണ്. ഞാൻ എന്നിട്ട് പറയുന്നത് ഈ സിനിമയിൽ അജ്മൽ വന്നത് നമ്മളോടുകൂടിയുള്ള ഒരു സ്നേഹത്തിൻ്റെ പുറത്തു കൂടിയാണ് എന്നോട് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് 2 കൺട്രീസ് മര്യാദ ചെയ്താണ്. അതിൽ എടുത്തു പറയേണ്ട ക്യാരക്ടറാണ് ഉല്ലാസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപരനായിട്ടൊക്കെയാണ് ഞാൻ ആ സിനിമയിൽ, അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ കണ്ടതാണ് ആ സിനിമയൊക്കെ. പിന്നെ അതുപോലെ എനിക്ക് കിട്ടിയ 2 സഹോദരങ്ങളാണ് അന്യ സംസ്ഥാനത്ത് നിന്ന്, നമ്മുടെ സമ്പത്ത് റാവ് സാറും അതുപോലെ തന്നെ ജോൺ ബേലി. ബ്രദർ പോയിട്ടിങ്ങളാ? വരുമാ? അതൊരു 1-1.5 സാധനം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഏത് നിമിഷത്തിലും നമ്മൾ ചെയ്യുന്നത് വളരെ സീരിയസ് അല്ലെങ്കിൽ വളരെ ഇമോഷണൽ സീനാണെങ്കിൽ പോലും ഷോട്ട് കഴിഞ്ഞാൽ മാറി എന്ന് എല്ലാവരും കൂടി കോമഡി പറയുന്ന ഒരു രീതിയായിരുന്നു. അത് രതീഷും ഒട്ടും മോശമൊന്നുമല്ല. അപ്പോൾ ഈ സിനിമ ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക, ജനങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നതൊക്കെ. അപ്പോൾ ഈ സിനിമ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ഞാൻ ആരെങ്കിലൊക്കെ വിട്ടുപോയിട്ട് ക്ഷമിക്കുക. അതുപോലെ ഇവിടെ വന്ന് ഈ ഓഡിയോ ലോഞ്ച് ഗംഭീരമാക്കാൻ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും, അതുപോലെ പറയാൻ വിട്ടുപോയി, ഇതെല്ലാം ഉണ്ടാക്കി തന്ന ആൾക്കാർ വെറുതെ വിടാൻ പാടില്ല. കാരണം സൂപ്പർ ഫിലിംസ്, ചൗധരി സർ, അതുപോലെ റാഫിക്ക, ഇഫാർ മീഡിയ, അതുപോലെ ഇതിനെല്ലാം ഞങ്ങൾക്ക് ഈസി ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സുജിത്ത്, ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ മലയാള സിനിമയിലെ ഡ്രീം ബിഗ് ഹൗസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജയിലർ, ലിയോ തുടങ്ങിയപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് വരെയുള്ള സിനിമകൾ കൊണ്ടുവന്നിരിക്കുന്നത് അവരുടെ ഡ്രീം ബിഗ് ഹൗസ് ആണ്. അവരുടെ അടുത്ത പടമാണ് മാർച്ച് 7 വരുന്ന നമ്മളുടെ തങ്കമണി. ഈ സിനിമയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും മീഡിയയുടെ സപ്പോർട്ട് എല്ലാം ആവശ്യമാണ്. നിങ്ങൾ ഈ സിനിമ ഗംഭീരമാക്കി തരിക, ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അതുപോലെ ഇവിടെ വന്ന എല്ലാവരോടും പ്രിയപ്പെട്ട സമയം ജസ്റ്റ് ഒക്കെ പറഞ്ഞത് ശരിയാണ്. അതിൽ മമ്മാസ് എനിക്ക് വലിയ സന്തോഷമുണ്ട് പരിചയം. ജിബിൻ, അരുൺ ഞങ്ങളുടെ സുഹൃത്ബന്ധമാണ്. അതിൽ അസീസ്, ഞങ്ങൾ 4 പേരുമാണ് ഇതിൽ സുഹൃത്ത്, 4-5 പേര്, സുദേവ് അടക്കം.
അപ്പോൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇത് വെറും ഈ കരയാൻ മാത്രമുള്ള അങ്ങനെ ചിന്തിക്കേണ്ട, പിന്നെ ഇതൊരു മസാല അടിപ്പടമൊന്നുമല്ല. നമ്മൾ കുടുംബമുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു നല്ല സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. വലിയ സന്തോഷം. താങ്ക്സ് എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ കാണാത്തൊരു കാര്യമാണ്, ഒരാൾ വന്ന് നമ്മൾ ആ ഒരു സിനിമയിൽ നായകനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവർ വന്ന് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുക. അതൊരു ക്വാളിറ്റി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഡയറക്ടറിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ രതീഷേട്ടനാണെങ്കിലും വന്നിട്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയേണ്ടായി. ഇപ്പോൾ ദിലീപേട്ടൻ ഏറ്റവും അവസാനം ദിലീപേട്ടനും ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞാണ് അവരെ ആശംസിച്ചതും അതുപോലെ തന്നെ ആരും നന്ദി പറഞ്ഞതും. എനിക്ക് തോന്നുന്നു ഈ ഒരു കൂട്ടായ്മ തന്നെയായിരിക്കും ഈ ഒരു സിനിമയുടെ വിജയം. അല്ല ഇത് ഭയങ്കര ടീം വർക്ക് തന്നെയാണ്. അതുപോലെ പക്ഷേ ഞാൻ പറയാൻ വിട്ടുപോയി, വെച്ച് നന്നായി നമ്മളെ നല്ല ഭംഗിയിൽ കാണിച്ച മനോജ് പിള്ള, അതുപോലെ ഇതില് എല്ലാം ഒരുക്കി കൊടുത്ത മനോജ് ചകർ. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞാൻ വിനോദയാത്ര, അതുപോലെ കൽക്കട്ട ന്യൂസ്, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ പിന്നീട് നിൽക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ നിർബന്ധിച്ചോന്ന മണിയണ്ണനെ അറിയാലോ. പണ്ട് സൈൻ എന്ന് പറഞ്ഞ സിനിമയിൽ ജോത്സറിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയ മണിയാണ്. പിന്നെ എന്റെ സഹോദരൻ അയ്യോ സന്തോഷ് ഭായ്, ഐ എം സോ സോറി പറയാൻ പറ്റും, കാര്യം എന്നെ ഓടിച്ചിട്ട് ഇടിച്ച ആൾക്കാരാണ്. അപ്പൊ രമ്യൊക്കെ വിചാരിക്കണ പോലെ ഒന്നുമല്ല. ഈ സിനിമയിൽ ഏറ്റവും വലിയ കരാട്ടും ചൂടൊക്കെ അറിയാവുന്ന നീത്ത സൈലന്റ് ആയപ്പോ വയലന്റ് ആയത് രമ്യാണ്. അടിപൊളി. അപ്പൊ അങ്ങനെ ഒരുപാട് കഥകളുണ്ട് സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മനോജ് വിജയൻ, സിദ്ദിഖ തുടങ്ങിയ ആൾക്കാർ ഇവിടെ വന്നിട്ടില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പുതിയൊരു കോമ്പിനേഷനുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു വാക്കാണ് ഈ സിനിമയിലേക്ക്. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു, ആ ഒരു പുതിയ കോമ്പിനേഷൻ? കാരണം നമുക്കറിയാം 148ാമത്തെ സിനിമയാണ്. 148ാമത്തെ സിനിമയിൽ വന്നിട്ട് എനിക്കിത് പുതിയൊരു കോമ്പിനേഷൻ ആണെന്ന് പറയുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അല്ല, അതാണ് പറഞ്ഞില്ലേ, എനിക്ക് എന്താണെന്ന് അറിയില്ല. ഈ സിനിമയിൽ പവർ നിന്ന് സിനിമയും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ എനിക്ക് ഞാൻ ബിഗ് സ്ക്രീനിലാണ് ഇപ്പോ ആ തങ്കമണി എന്നുള്ള പാട്ടുണ്ടപ്പോൾ എന്റെ കണ്ണറിയേണ്ടത് അറിഞ്ഞു. ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചതാണ്. പക്ഷെ എന്നാലും അതിനുണ്ടാക്കിയ ഫീല്, അത് നമുക്ക് വേണ്ടി പാടിയ ആൾക്കാരെ അവരോടുമൊക്കെ നന്ദി പറയണം. വില്യം, വിധു അല്ല സോറി, പ്രമാനൻ, എല്ലാവരോടും ദേവാനന്ദൻ. ദേവാനന്ദൻ പേരുകൾ വേറൊക്കെയാണ്. ഇതിനു മുമ്പ് നിശോധന ചെയ്യുമ്പോൾ വേറെ പേരായിരുന്നു. അപ്പൊ ഇവരെ ഇടക്കിടയ്ക്ക് പേര് മാറ്റില്ല, നമുക്ക് ടെൻഷനാണ്. ഇല്ലേ, അന്ന് പാടുമ്പോ പ്രതാപല്ലേ, അത് കഴിഞ്ഞ ഇടയ്ക്കിടയ്ക്ക് മാറ്റുമ്പോൾ പറയണം. ഇതിന് മാറ്റില്ല, ഫിക്സ്. ഓക്കെ ഡൺ. ആളൊന്നും വിചാരിക്കണ്ട മാറ്റണ്ടായിരുന്നു വിചാരിക്കണ്ട. ഇപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. സോ ദിലീപേട്ട താങ്ക്സ് എ ലോട്ട്. ഇന്നത്തെ ഒരു ദിവസം ഇവിടെ എത്തി. എനിക്കറിയാം ദിലീപേട്ട സിനിമയാണ്, നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ രാവിലെ തുടങ്ങി, ഇന്നലെ തുടങ്ങി പ്രമോഷന്റെ പരിപാടിയായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരുന്നിട്ട് സത്യം പറഞ്ഞിട്ടൊരു വെളിവ് പോയിട്ട് അടിപൊളി. പക്ഷെ രാവിലെ തൊട്ട് പ്രൊമോഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ സിനിമ മാർച്ച് 7 തിയേറ്ററിൽ എത്തുമ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരിലേക്കും എത്തിക്കുന്നവർ തന്നെയാണ് നമ്മുടെ മീഡിയ ആളുകൾ, അല്ലെ? അപ്പൊ നമ്മുടെ മീഡിയ ടീമിന് നല്ലൊരു കൈയടി കൊടുക്കാൻ സപ്പോർട്ട്. നമ്മൾ പറഞ്ഞ മലയാള സിനിമയുടെ സുവർണ്ണ കാലമാണ്. അതിന് ഒരു മികച്ച കാരണം നിങ്ങൾ ഓരോരുത്തരും കൂടെയാണ്. തീർച്ചയായിട്ടും. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു ഓർമ്മ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അയ്യോ, ഞാൻ പറയാൻ വേണ്ടി എന്നെ നിങ്ങളുടെ മുമ്പിൽ പല രൂപത്തിലെത്തിക്കുന്ന ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. മായാമോഹിനിയായിട്ടും സൗണ്ട് തോമയൊക്കെ ആയിട്ട് എന്നെ ഈ രൂപത്തിലെച്ച റോഷൻ എന്നെ സോ സോറി. എന്നെ വളരെ അത്രയും കഴിവുള്ള മേഘമേനിൽ എടുത്തു പറയേണ്ട ഒരാളാണ് റോഷൻ ജി. ഐ എം സോ സോറി. കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര നെർവസായിട്ട് എന്താണ് സംഭവം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഭയങ്കര നെഞ്ചിടിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ വന്ന ലിസ്റ്റിൻ ഭായ്, ഷാജു ഭായ്, എല്ലാവരോടും നന്ദി, ഒരുപാട് നന്ദി. ആരെങ്കിലും ஒரு ட்ரெஸ் தான் போடுவேன். அண்ணன் படத்துக்காக 2 ட்ரெஸ் வாங்கிட்டேன். படத்துக்கு அப்புறம் அண்ணன் என்ன லவ் பண்ண ஆரம்பிச்சார். Love you brother. I love you man. Thank you so much. Thanks a lot Dilipeta. Thanks a lot for joining us. ഒരു നല്ല കൈയടി കൊടുക്കാം. നമ്മൾ ഏതൊരു മനസ്സിനെ ഒരുപാട് സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. തങ്കമണി, ഞാൻ ഇല്ല പറഞ്ഞു
മറന്നുപോയിട്ടുണ്ടോ ആരെങ്കിലും ഇതിൽ വേണ്ട? ഇല്ല. പറഞ്ഞു ഒന്ന് എഴുന്നേറ്റ് കൈവക്കാം. കട്ടപ്പനയിൽ ഞങ്ങൾക്ക് എല്ലാം ചെയ്തെന്ന ആളും ഇതില് പോലീസ് വേഷം ചെയ്തെന്ന ആളാണ്. അദ്ദേഹത്തെ വിളിക്കുന്നു. എന്റെ വാക്ക് സംസാരിക്കും. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഒരു നല്ല കഴിവ് കൊടുക്കാൻ ഒരിക്കൽ കൂടി താങ്ക്സ് എ ലോട്ട്. നമ്മുടെ തങ്കമണി എന്ന സിനിമയില് ഓരോ ഭാഗങ്ങളും ഓരോരുത്തരും ചെയ്തിട്ട് ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇതൊരു കൂട്ടായ്മയാണ്, ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. അപ്പോ ആരും ദിവസം മറക്കണ്ട, മാർച്ച് 7 തിയേറ്ററിലെത്തിയാണ് വേൾഡ് വൈഡ് റിലീസ്. സോ ഒരു നല്ല കഴിവ് കൊടുക്കാം. ഈ കഴിവ് ലോകമെമ്പാടുമുള്ള സിനിമ പ്രേക്ഷകർ ഒരുമിച്ച് ആഘോഷിക്കട്ടെ. തങ്കമണി മാർച്ച് 7 തിയേറ്ററുകളിൽ. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടമാണ്. അതിലൊരു പൊന്തൂവലായി മാറട്ടെ തങ്കമണി. നമുക്ക് ഏവർക്കും ആശംസിക്കാം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വൈൻഡിംഗ് അപ്പ്. ഇന്ന് നമ്മളിവിടെ ഓഡിയോ ലോഞ്ച് ആണ് ചെയ്തത്. ഇതൊരു പ്രീ ലോഞ്ച് ഇവന്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളിവിടെ ലോഞ്ച് ചെയ്ത ആ ഒരു അടിപൊളി സോങ് അതിട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസം ഇവിടെ സൈൻ ഓഫ് ചെയ്യുന്നത്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഒരിക്കൽ കൂടി ഐസ് ഓൺ ടു ദി സ്ക്രീൻ. ഇന്ന് നമ്മളിവിടെ ലോഞ്ച് ചെയ്ത ആ ഒരു ഗാനം, അതിമനോഹരമായ ഗാനം നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം.